കേരള കോൺഗ്രസിൽ ജോസഫിനൊപ്പം നിന്നവർ ഇടതുപക്ഷത്തോട് അടുക്കുന്നു. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം സിപിഎമ്മുമായി ചർച്ച നടത്തിയതായി സൂചന. അറിയില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അഭ്യൂഹങ്ങളോട് പ്രതികരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം. സിവിൽ സപ്ലൈസിൽ 36 കോടിയുടെ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ അനൂപ് ജേക്കബിനെതിരെ ദ്രുത പരിശോധനയ്ക്ക് വിജിലൻസ് കോടതി ഉത്തരവ്. സോളാർ കേസിൽ വിസ്താരത്തിനെത്താതിരുന്ന തമ്പാനൂർ രവിക്ക് കമ്മീഷന്റെ രൂക്ഷ വിമർശം. ഉമ്മൻചാണ്ടിക്കെതിരായ പരാതിയിൽ എന്ത് നടപടിയെടുത്തുവെന്ന് വിശദീകരിക്കാൻ ഡൽഹി പോലീസിനോട് തീസ് ഹസാരി കോടതി. കേരള കോൺഗ്രസ് എമ്മിലെ മുതിർന്ന നേതാക്കൾ LDF-ലേക്ക് മാറാൻ ഒരുങ്ങുന്നതായി സൂചന. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ജോസഫ് വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ CPM നേതാക്കളുമായി ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി. UDF വിട്ടിറങ്ങിയാൽ പരിഗണിക്കാമെന്നും എന്നാൽ സീറ്റ് വിഭജന ചർച്ചകൾക്ക് മുൻപ് നിലപാട് വ്യക്തമാക്കണമെന്നുമാണ് CPM നേതാക്കൾ ഇവരെ അറിയിച്ചിരിക്കുന്നത്. സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കം, റബ്ബർ സമരം, ജോസ് കെ മാണിയിൽ കേന്ദ്രീകരിക്കുന്നതിലെ അതൃപ്തി എന്നിവയാണ് ജോസഫ് വിഭാഗത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റിയത്. അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെയാണ് ജോസഫ് വിഭാഗം LDF-മായി പ്രാഥമിക ചർച്ചകൾ നടത്തിയത്. UDF-ൽ നിന്ന് പുറത്തുവന്ന് നിലപാട് വ്യക്തമാക്കിയാൽ പരിഗണിക്കാമെന്നാണ് ഇടതുമുന്നണി ഉറപ്പു നൽകിയിട്ടുള്ളത്. LDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് മുമ്പ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാത്ത പക്ഷം ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിക്കാനാവില്ലെന്നും ഇടതുമുന്നണി നിലപാട് അറിയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ സീറ്റ് വിഭജന ചർച്ചകളിൽ ജോസഫ് വിഭാഗം 6 സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും 4 സീറ്റുകളുടെ കാര്യത്തിലാണ് ഉറപ്പ് ലഭിച്ചത്. 2 സീറ്റുകളുടെ കാര്യത്തിൽ ചർച്ച നടത്തി തീരുമാനിക്കാമെന്നായിരുന്നു മറുപടി. പാർട്ടിയുടെ നിയന്ത്രണം ജോസ് കെ മാണിയുടെ കൈകളിലാണെന്നും ജോസഫ് വിഭാഗത്തിന് പരാതിയുണ്ട്. കേരള കോൺഗ്രസ് KM മാണി ഒരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയാക്കി മാറ്റി ഇപ്പൊ അതൊരു കുടുംബ കേന്ദ്രീകൃത പാർട്ടിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരർഹതയും ഇല്ലാത്ത ശ്രീ ജോസ് കെ മാണിയെ KM മാണിയുടെ മകൻ എന്നുള്ള ഏക അവകാശത്തിന്മേൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഏൽപ്പിക്കുവാൻ വളഞ്ഞ വഴി തേടുകയാണ്. റബ്ബർ കർഷകരുടെ വിഷയത്തിൽ പാർട്ടി ഇടപെടൽ ശക്തമായിരുന്നില്ലെന്ന ജോസഫ് വിഭാഗത്തിന്റെ ആരോപണവും ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. തർക്കങ്ങൾ സംബന്ധിച്ച് പ്രതികരിക്കാമെന്നാണ് PJ ജോസഫിന്റെ നിലപാടെങ്കിലും ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ കടുത്ത നിലപാടിലാണ്. മീഡിയ 1 തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ എൻ്റെ അതിഥികളായി എത്തിയിട്ടുള്ളത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സജി മഞ്ഞക്കടമ്പൻ പത്തനംതിട്ട സ്റ്റുഡിയോയിൽ, CPM-ന്റെ ശ്രീ MB ഗോവിന്ദൻ തിരുവനന്തപുരത്ത്, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ കൊച്ചിയിൽ നിന്ന്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ ജോണി നെല്ലൂർ ടെലിഫോണിൽ, PC ജോർജിനെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. സജി മഞ്ഞക്കടമ്പൻ, കേരള കോൺഗ്രസ് എമ്മിന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള അതേ നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും എന്ന് താങ്കൾക്ക് ഉറച്ച വിശ്വാസമുണ്ടോ? കേരള കോൺഗ്രസിനകത്തെ ജോസഫിനെ അനുകൂലിച്ച് നിന്നിരുന്നവരിൽ PC ജോസഫിൻ്റെ ശബ്ദമാണ് നമ്മൾ അല്പം മുൻപ് കേട്ടത്. എങ്ങനെയാണ് സ്വന്തം നിലയ്ക്ക് പാർട്ടിയെ മുന്നോട്ട് നയിച്ചിരുന്ന KM മാണി ഇപ്പോഴൊരു കുടുംബ കേന്ദ്രീകൃതമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നത്? എന്താണ് നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? യാതൊരു സംശയവും വേണ്ട, ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പാർട്ടി ചെയർമാൻ PJ മാണി സാറും വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറും അസെൻഡിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ PC ജോസഫ് പറഞ്ഞ് നമ്മൾ കേട്ടു, അദ്ദേഹത്തിന് ഇന്ന് തുടങ്ങിയ അസ്വസ്ഥതയല്ല, അദ്ദേഹം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത തുടങ്ങിയത്. കാരണം എന്താ, നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ച് സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥിയാകാമെന്ന പ്രതീക്ഷയോടുകൂടി കേരള ഫീഡ്സിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ PC ജോസഫ് ആ സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട് പുറത്തു പോയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം, ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അവിടോട്ട് കയറാനും പറ്റിയില്ല. ഹൈറേഞ്ച് സംരക്ഷണ മുന്നണി അവിടെ ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം വിജയിച്ചു. പക്ഷേ PC ജോസഫിന് അതിൽ നിന്നുള്ള നിരാശയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പാർട്ടി പുലർത്തിക്കൊണ്ട് പോകുന്നത് ആഗ്രഹമുണ്ട്. അത് കുറേ കാലമായിട്ട് അദ്ദേഹം ഇങ്ങനെ കർഷക സ്നേഹം അദ്ദേഹം എപ്പോഴാണ് പറയാൻ തുടങ്ങിയത്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയതിനു ശേഷം അദ്ദേഹം കർഷക സ്നേഹം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുക. ജോസ് കെ മാണി നടത്തിയ സമരം, അത് ജോസ് കെ മാണി നടത്തിയ സമരം കേരള കോൺഗ്രസ് എം പാർട്ടി നടത്തിയ സമരമാണ്. ആ സമരം എന്തിനു വേണ്ടിയാണ്? ജോസ് കെ മാണി ഇന്ത്യൻ പാർലമെൻറ്റിൽ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, ഒരു MPയേ ഉള്ളൂ, ഒരു രാജ്യസഭാ മെമ്പറും ഒരു പാർലമെൻറ്റ് മെമ്പറും കേരള കോൺഗ്രസ് ഉള്ളൂ. കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായി ആ വിഷയങ്ങൾ അവതരിപ്പിച്ചുവെങ്കിൽ പോലും അവിടെ റബ്ബറിൻ്റെ വില 100 രൂപയിൽ താഴെ വന്നപ്പോൾ കേരളത്തിലെ കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിവിധ സമരപരിപാടികൾ സംഘടിപ്പിച്ചു. ആ സമരപരിപാടികളിലൊന്നും സഹകരിക്കാത്തതാണ് PC ജോർജ്. അതിനെയൊക്കെ മാറി വിമർശിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് സമരം നടത്തുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ മേൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്
ഇവിടുത്തെ കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ശ്രീ ജോസ് കെ മാണി സജി മഞ്ഞക്കടമ്പൻ റബ്ബർ വിലയിടിവിനെതിരെ നിങ്ങൾ ഡൽഹിയിൽ നടത്തിയ ധർണയിൽ PC ജോസഫ് മാത്രമല്ല PJ ജോസഫിനെ അനുകൂലിക്കുന്നവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമതായി താങ്കൾ പറഞ്ഞു ഈ പാർട്ടിയെ പിളർത്തി പുറത്തു പോകാൻ അസ്വസ്ഥത പ്രകടിപ്പിച്ച് വെമ്പൽ കൊള്ളുന്നയാളാണ് PC ജോസഫ് എന്ന്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വികാരമെങ്കിൽ ആ വികാരം പങ്കിടുന്നവരുടെ എണ്ണം പാർട്ടിയിൽ കൂടുകയല്ലേ? ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള ജോസഫിനെ അനുകൂലിച്ചിരുന്നവരിൽ പ്രമുഖരായവരെല്ലാം തന്നെ ഇടതുപക്ഷത്തേക്ക് ചായാൻ തയ്യാറായി നിൽക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. ഇടതുപക്ഷത്തെ CPM-ലെ ചില നേതാക്കളുമായി അവർ കൂടിക്കാഴ്ച നടത്തി, ചർച്ചകൾ നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എല്ലാത്തിനെയും താങ്കൾ നിഷേധിക്കുമോ? അല്ല, വാർത്തകൾ പുറത്തു വരുന്നു. വാർത്ത പുറത്തുവിടുന്നത് ആരാ? ഞാൻ പറഞ്ഞ PC ജോസഫ് ഒരാൾ മാത്രമാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, PC ജോസഫിന് അദ്ദേഹത്തിന് ഈ പാർട്ടി പിളർത്തി ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ആന്റണി രാജു ഉൾപ്പെടെ കുറേ പേരെ പുറത്തു വിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പാർട്ടി ആന്റണി രാജുവിന് സീറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആന്റണി രാജു കേരള കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിച്ചയാളാ. അദ്ദേഹമൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല. ഫ്രാൻസിസ് ജോർജിന് സീറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞില്ല. പിന്നെ ഫ്രാൻസിസ് ജോർജൊക്കെ നമുക്കറിയാൻ പല വിഷയങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം ഒന്നും ശക്തമായി പ്രതിരോധിക്കാൻ പാർട്ടിക്ക് വേണ്ടി നിന്നില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിനും സീറ്റിന് അർഹതയില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ PC ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യം, അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരിടത്തും സ്ഥാനമില്ല, ഇടതുപക്ഷത്ത് കയറാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് എന്താ KM മാണി സാറിനോട് ഇവർക്കുള്ള വിരോധം? ഇടതുപക്ഷത്തേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി PJ ജോസഫും മാണി സാറും അടങ്ങുന്ന ഈ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തിന് തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി PC ജോർജ്, നമ്മുടെ ഗവൺമെൻറ് ചീഫ് വിപ്പായിരുന്ന ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിച്ച വൈസ് ചെയർമാൻ, അദ്ദേഹവും അതുപോലെ PC ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമം നടത്തി. പക്ഷേ അസന്നിഗ്ധമായിട്ട് ബഹുമാനപ്പെട്ട KM മാണി സാറും PJ ജോസഫ് സാറും പറഞ്ഞു, പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി MP അതിന് ശക്തമായിട്ട് പറഞ്ഞു, UDF വിട്ടു പോകുന്ന വിഷയമില്ല, UDF-ൽ തുടരുന്നു എന്ന് തീരുമാനമെടുത്തപ്പോൾ മുതൽ ജോസ് കെ മാണിയുടെ അസ്വസ്ഥത, മാണി സാറിൻ്റെ അസ്വസ്ഥത, PJ ജോസഫ് സാറിൻ്റെ അസ്വസ്ഥത, ഇവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം ഞാൻ പറഞ്ഞു, അവർക്ക് ഇടതുപക്ഷ മുന്നണിയിൽ പോയി അവിടെ ഏതെങ്കിലും സീറ്റ് വാങ്ങിച്ച് മത്സരിക്കണം. കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 15 സീറ്റിലാണ് മത്സരിക്കുന്നത്. ആ 15 സീറ്റിൽ അർഹമായ ആളുകൾക്കൊക്കെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പാർട്ടി. മാത്രമല്ല, കൂടുതൽ അഡീഷണൽ സീറ്റുകൾ കേരള കോൺഗ്രസ് പാർട്ടി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ലയനം നടന്ന സമയത്ത് ഈ പാർട്ടികൾ ലയിക്കുമ്പോൾ ഈ കേരള കോൺഗ്രസ് അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയുകയുണ്ടായി. ആ ഗുണദോഷ ഫലങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മാണി സാർ എന്ന പാർട്ടിയെ ശക്തമായി ലയിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കേരള കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഈ പാർട്ടിക്കുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടി പാർട്ടി ശക്തമായി ഇടപെടൽ ഐക്യ ജനാധിപത്യത്തിന്റെ മുമ്പിൽ ശക്തമായി വാദിക്കുന്നുണ്ട്. ശ്രീ MP ഗോവിന്ദൻ, കേരളത്തിലെ കർഷകരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനേ കഴിയൂ എന്ന നിലപാട് താങ്കളുടെ പാർട്ടിയിലെ നേതാക്കൾക്കുണ്ടായിരുന്നു. റബ്ബർ വില തകർച്ചയും പട്ടയ പ്രശ്നവും എല്ലാം ഉയർത്തിക്കാട്ട് കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് ദേശാഭിമാനിയിൽ എഴുതിയ, ഏതാണ്ട് 2 വർഷം മുൻപ് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഈ പറയുന്ന മാതിരി റബ്ബർ വിലയിടിവിനെതിരെ ശബ്ദമുയർത്തുന്നതിൽ പാളിച്ച പറ്റി എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാം ജോസഫ് വിഭാഗത്തെ അല്ലെങ്കിൽ PJ ജോസഫിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിന് ഇടതുപക്ഷത്തേക്ക് ചായാൻ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന വിലയിരുത്തൽ ഇടതുപക്ഷത്തിനില്ലേ? അല്ല, ഇപ്പോഴ് UDF-ൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയും UDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ അകത്ത് വൈരുദ്ധ്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അതിലൊരു വിഭാഗമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, കാർഷിക മേഖലയിലുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ UDF-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ചായുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. സഖാവ് കോടിയേരി തന്നെ വ്യക്തമാക്കിയതുപോലെ CPM-ഉമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് UDF-ൻ്റെ ഭാഗത്തു നിന്നവർ മാറി മാറി വരുന്നുണ്ട്. ആ മാറി വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും നിൽക്കാൻ സാധിക്കുന്ന നിലപാട് ഇടതുപക്ഷ നിലപാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതൊന്നും ഇപ്പോഴും പറയേണ്ട കാര്യമില്ല. കാരണം അവർ അവിടെ തന്നെ UDF തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് ഇന്നത്തെ പരിസ്ഥിതിയിൽ നിൽക്കാൻ സാധിക്കുക ഇടതുപക്ഷ നയത്തോടൊപ്പമായിരിക്കും. കാരണം കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ്.
245 1 കിലോ റബ്ബറിന് കിട്ടിയ സ്ഥാനത്ത് 90 രൂപയും 95 രൂപയും അല്ലെങ്കിൽ ചിലപ്പോൾ 90-ൽ കുറവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് കൃഷിക്കാരൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായ ഒരു ശ്രമവും നടക്കാത്ത ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന കാര്യം ആർക്കും തർക്കമില്ലാത്തതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് എ ജയശങ്കർ, കേരള കോൺഗ്രസിലെ ജോസഫിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇടതുപക്ഷവുമായി ചർച്ചകൾ നടത്തി എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അത് നടന്നോ നടന്നില്ലേ അത് നമുക്ക് മാറ്റിവെക്കാം. എന്തു തന്നെ ആയാലും ഇപ്പോൾ അസ്വസ്ഥരായ ഒരു വിഭാഗം അവരുടെ അസ്വസ്ഥത പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ അവർ മുതിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇപ്പോൾ കേരള കോൺഗ്രസിലെ ചലനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ വായിച്ചെടുക്കാൻ കഴിയുന്നില്ലേ? താങ്കൾ എങ്ങനെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളെ വിലയിരുത്തുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ? അല്ല, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം 50 കൊല്ലത്തെ ചരിത്രം പഠിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പാർട്ടിയിൽ ഒരു സമയത്ത് ഒരു നേതാവിൽ കൂടുതൽ ഉണ്ടായാൽ അപ്പോൾ പാർട്ടി പിളരും. നേരത്തെ ശ്രീ കെ എം ജോർജ് ചെയർമാനായിരുന്ന കാലത്ത് രണ്ടാമതൊരു നേതാവായിട്ട് കെ എം മാണി ഉയർന്നു വരികയും അതേ തുടർന്ന് ജോർജ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പുമായിട്ട് പിളർന്നു. പിന്നീട് മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് പിളർന്നു. പിന്നീട് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് PC ജോർജ് പിളർന്നു. മാണി ഗ്രൂപ്പിൽ നിന്ന് TM ജേക്കബ് പിളർന്നു. ബാലകൃഷ്ണപിള്ള പിളർന്നു. അങ്ങനെ PC ജോർജിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് TS ജോൺ പിളരുന്ന ഘട്ടം വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ ഒരു പിളർപ്പിൻ്റെ സമയം കഴിഞ്ഞു. നേരത്തെ ശ്രീ PC തോമസ് ആദ്യം മാണി ഗ്രൂപ്പിൽ നിന്നും പിന്നെ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും പിളർന്നു പോയി. ഇപ്പോൾ അതുപോലെ ആന്റണി രാജുവിനും അതുപോലെ ഫ്രാൻസിസ് ജോർജിനും പിളർന്നു പോകാനുള്ള സമയമാണ്. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, സൂര്യന് താഴെ എല്ലാത്തിനും ഒരു സമയമുണ്ട്, വിതയ്ക്കാൻ ഒരു കാലം കൊയ്യാൻ ഒരു കാലം എന്ന് പറഞ്ഞ പോലെ പാർട്ടി ഐക്യത്തിനൊരു കാലം പിളരാനൊരു കാലം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് കേരള കോൺഗ്രസ് സാധാരണയായിട്ട് പിളരാറുണ്ട്. ഇത്തവണയും അത് ആവർത്തിക്കുന്നു. ഇവിടെ റബ്ബർ കർഷകരുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു. റബ്ബർ കർഷകരെയൊക്കെ ഇതിൻ്റെ മുമ്പിൽ ബന്ദികളാക്കി നിർത്തിയിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചുള്ള തർക്കമാണ്. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വന്ന ആളുകൾക്ക് ഈ പാർട്ടിയിൽ പറയത്തക്ക പരിഗണന കിട്ടിയില്ല എന്നൊരു പരാതി അവർക്കുണ്ട്. ഇതിൽ കൂടുതൽ പരിഗണന നൽകാൻ കഴിയുകയില്ല എന്ന ഒരു പരാധീനത മാണിയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ഉണ്ട്. മാത്രവുമല്ല, അവർ കഴിഞ്ഞ തവണ 3 സീറ്റിൽ വിജയിച്ചു, 1 സീറ്റ് നഷ്ടപ്പെട്ടു. 4 സീറ്റാണ് മത്സരിക്കാൻ കൊടുത്തത്. കുട്ടനാട് മാത്രം പരാജയപ്പെട്ടു. കോതമംഗലവും തൊടുപുഴയും കടുത്തുരുത്തിയും വിജയിച്ചു. ഈ കടുത്തുരുത്തി സീറ്റ് കെ എം മാണി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാർക്ക് വേണ്ടി വീണ്ടെടുക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്ന ഒരു വർത്തമാനമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ആന്റണി രാജുവിന് തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ ശ്രീ ഫ്രാൻസിസ് ജോർജിന്, അദ്ദേഹത്തിൻ്റെ അർഹത ഞാൻ താഴ്ത്തി പറയില്ല, അദ്ദേഹത്തിന് തിരുവിതാംകൂർ ഭാഗത്ത് കോട്ടയം ജില്ലയിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ അതുപോലെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലോ ഭദ്രമായ ഒരു സീറ്റ് കൂടി ലഭിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അത് അടിസ്ഥാനമില്ലാത്ത ഒരു ആഗ്രഹമല്ല, പക്ഷേ അതിന് കൊടുക്കാനുള്ള സീറ്റ് പാർട്ടിയുടെ കയ്യിലില്ല. ഇതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം. ഇവരെ സംബന്ധിച്ചുള്ള ഒരു അക്കമഡേഷൻ, മാന്യമായ ഒരു അക്കമഡേഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് കൊടുക്കാൻ ഇന്ന് PJ ജോസഫിനെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളിടത്താണ് ഈ പിളർപ്പിൻ്റെ കാതൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ പറഞ്ഞതുപോലെ 64 മുതലുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പിളർപ്പിൻ്റെയും യോജിപ്പിൻ്റെയും ഒക്കെ ഒരുപാട് കഥകളുണ്ട് കേരള കോൺഗ്രസിന് പറയാൻ. ഈ ഘട്ടത്തിൽ ഇപ്പോൾ PJ ജോസഫിനെ എല്ലാതരം പ്രതിസന്ധികളിലും ജോസഫ് വിഭാഗത്തെ മുന്നോട്ട് നയിച്ച PJ ജോസഫിന് തൊട്ട് താഴെ നിൽക്കുന്ന നേതാക്കളുണ്ട്, ഫ്രാൻസിസ് ജോർജിനെ പോലെ. അവർക്ക് താങ്കൾ പറഞ്ഞതുപോലെ ഉള്ളിലെങ്കിലും പരിഭവമുണ്ടാകും, പരാതികളുണ്ടാകും, വേണ്ട രീതിയിലുള്ള പരിഗണന പാർട്ടിക്കുള്ളിൽ സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ PJ ജോസഫിനെ പോലും വിട്ട്, അതായത് ഇനിയിപ്പോൾ ഒരു പിളർപ്പിലേക്ക് നിൽക്കുകയാണെങ്കിലും ജോസഫ് ഞങ്ങളോടൊപ്പം ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് PJ ജോസഫ് അങ്ങനെ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങി നിൽക്കട്ടെ, ഞങ്ങൾ പിണങ്ങിപ്പോകും എന്ന ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക് കേരള കോൺഗ്രസ് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കെ എം മാണിയും PJ ജോസഫും ഇല്ലാത്ത ഒരു കേരള കോൺഗ്രസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ചിന്തകൾ, ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇടതുപക്ഷത്ത് നിന്നൊരു പച്ചക്കൊടി കാണിച്ചാൽ ഒരു വിഭാഗം നേതാക്കളും അവരോടൊപ്പം കുറേ അണികളും തീർച്ചയായിട്ടും LDFൻ്റെ ഭാഗത്തേക്ക് പോകും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, LDFിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു ജോസഫ് ഗ്രൂപ്പ്. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ പിണറായി വിജയനും അച്യുതാനന്ദനും നിവർത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ചിട്ടുണ്ട്. അവർ മാത്രമല്ല, അവരുടെ പുറകിൽ നിൽക്കുന്ന സമുദായത്തിൻ്റെയും സഭയുടെയും മെത്രാന്മാരുടെയും താല്പര്യങ്ങൾ നിവർത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയത്തിനും ആദർശത്തിനും എതിരായിട്ടുള്ള ആഗ്രഹങ്ങൾ പോലും അതാത് കാലങ്ങളിൽ പരിപാലിച്ചു പോന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ചില മെത്രാന്മാരുടെയും മറ്റും താല്പര്യത്തിന്മേൽ മാത്രമാണ് ഏതാണ്ട് 5-6 കൊല്ലം മുമ്പ് ജോസഫ് ഗ്രൂപ്പ് ഇടതുമുന്നണി വിട്ട് കെ എം മാണിയുടെ കൂടെ പോയത്. അത് മാത്രമല്ല, ഇവർ വിട്ടുപോകുന്ന സമയത്ത് ഏറ്റവും വലിയ എതിർപ്പുണ്ടായത് അത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്താണ്. പ്രത്യേകിച്ച് കോൺഗ്രസിലെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ PJ ജോസഫിൻ്റെ കോലം കത്തിക്കുന്ന അടക്കമുള്ള കലാപരിപാടികൾ നടത്തി.
ഇവരെ ഒരു കാരണവശാലും ഈ മുന്നണിയിൽ എടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും കെ എം മാണി ഇതേപോലെ തന്നെ മെത്രാന്മാരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിച്ചാണ് ജോസഫ് ഗ്രൂപ്പിനെ അക്കമഡേറ്റ് ചെയ്തത്. ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ്സുകാർ ആ കാര്യത്തിൽ രമേശും ഉമ്മൻചാണ്ടിയും ഒറ്റക്കെട്ടായിരുന്നു. കേരള കോൺഗ്രസിനെ പരമാവധി ഒതുക്കുക, അവർക്ക് സീറ്റുകൾ കൊടുക്കാതിരിക്കുക എന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ഇനി കൊടുക്കുന്ന സീറ്റുകൾ തന്നെ കാക്ക കൊത്താത്ത അല്ലെങ്കിൽ ആട് കടിക്കാത്ത സീറ്റുകൾ നോക്കി കൊടുക്കാൻ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് തളിപ്പറമ്പ് സീറ്റൊക്കെ, തളിപ്പറമ്പ് പോലുള്ള മണ്ഡലങ്ങളൊക്കെ മാണി ഗ്രൂപ്പിന് കൊടുത്ത്. മാണി ഗ്രൂപ്പിന് ശക്തിയുള്ളത് മധ്യ തിരുവിതാംകൂറിലാണ്. അവിടെ അവർക്ക് സീറ്റ് കൊടുത്തില്ല. കാരണം കൊടുക്കാൻ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. ഈ തിരുവിതാംകൂർ ഭാഗത്ത് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. മലബാറിൽ സീറ്റ് കൂടി. അപ്പോൾ മലബാറിൽ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തിരുവിതാംകൂർ ഭാഗത്ത് ഈ കാരണം പറഞ്ഞ് സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ശ്രീ പുതുശ്ശേരിക്ക് സീറ്റില്ലാണ്ടായി പോയത്. പുതുശ്ശേരിയുടെ മണ്ഡലം കല്ലൂപ്പാറയായിരുന്നു. മണ്ഡല പുനർവിഭജനം കഴിഞ്ഞപ്പോൾ കല്ലൂപ്പാറ ഇല്ലാണ്ടായി. പുതുശ്ശേരി തിരുവല്ല ചോദിച്ചു, പക്ഷേ മാണി തിരുവല്ല കൊടുത്തില്ല. തിരുവല്ലയിൽ വേറൊരാൾക്ക് കൊടുത്തു. ആ കൊടുത്ത ആൾ തോറ്റുപോയി. അങ്ങനെയാണ് കല്ലൂപ്പാറയും തിരുവല്ലയും ഒരേ സമയത്ത് ഇല്ലാതായ ഒരവസ്ഥ പാർട്ടിക്കൂട്ടായത്. ഇങ്ങനെ പല സീറ്റുകളിലും ഇപ്പോൾ ഏറ്റുമാനൂർ സ്ഥിരമായിട്ട് ജയിച്ചിരുന്നത് തോമസ് ചാഴിക്കാടനായിരുന്നു. കഴിഞ്ഞ തവണ മണ്ഡല പുനർവിഭജനം കഴിഞ്ഞപ്പോൾ കോട്ടയത്തിൻ്റെ ഭാഗമായിരുന്ന 2-3 പഞ്ചായത്തുകൾ ഏറ്റുമാനൂർക്ക് വരികയും അവിടെ സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞ പ്രബലനായ സ്ഥാനാർത്ഥി മത്സരിച്ച് ആ സീറ്റ് മാണി ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് പല സീറ്റുകളും നഷ്ടപ്പെട്ടത്. ഏറ്റവും അവസാനം മാണി പറഞ്ഞൊരു ഡയലോഗുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, ഈ കേരള കോൺഗ്രസ് ലയനത്തിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നു. അത് വളരെ സത്യമാണ്. ആ വലിയ വില കെ എം മാണിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. റൈറ്റ്. പി സി ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പി സി ജോർജ്, ഇന്ന് നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ ശേഷം താങ്കൾ നടത്തിയ മാധ്യമങ്ങളോട് താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ശ്രീ പി സി ജോർജ്, താങ്കൾ പറഞ്ഞത് ഇത്തവണ പൂഞ്ഞാറിൽ നിന്ന് താങ്കൾ മത്സരിക്കും, LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും, 5 സീറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്, മാന്യമായ പരിഗണന കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട് എന്നെല്ലാം. ഇപ്പോൾ ജോസഫിനെ അനുകൂലിച്ച കേരള കോൺഗ്രസ് എമ്മിനകത്തുള്ള ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ ഇടതുപക്ഷത്തേക്ക് വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. അവർ വന്നാൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ? അവർ വരുന്നെങ്കിൽ വരും എന്ന് പറഞ്ഞ് അടുപ്പിച്ച് UDFിനകത്ത് സീറ്റ് പിടിച്ചു പറിക്കാൻ നോക്കരുത്. അത് നാണം കെട്ട പരിപാടിയാണ്. വരാനാണ് വന്നാൽ പോരെ. എന്നാൽ അവര് രാജിവെച്ച് മാണി ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരട്ടെ, എന്നിട്ട് ചർച്ച ചെയ്യട്ടെ. ഇതിപ്പോ അകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ വർത്തമാനം വേണ്ട കാര്യമുണ്ടോ? ചോദിക്കുമ്പോഴല്ലേ. അതായത് PJ ജോസഫ്, കേൾക്കാമോ? കേൾക്കാം. PJ ജോസഫ് ഏതായാലും ജോസഫ് മുന്നണിയിൽ UDFിലാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ നിലയ്ക്ക് ജോസഫ് ഗ്രൂപ്പുകാർ ആരെങ്കിലും വരുന്നെങ്കിൽ അവര് വരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇവിടെ വരുന്നു, ഇടതുപക്ഷത്ത് ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് സീറ്റ് തായോ, ഇടതുപക്ഷം ഇപ്പൊ ഞങ്ങളെ വിളിച്ചേ ഞങ്ങൾക്ക് സീറ്റ് തായോ എന്ന് പറയുന്ന ഞാൻ നാണം കെട്ട പരിപാടി അവസാനിപ്പിക്കണം. അവരെ രാജിവെക്കണം മാന്യമായിട്ട്. ക്ഷമിക്കണം, ജോസഫ് ഒരു മാണി ഗ്രൂപ്പിൽ രാജിവെച്ചിരിക്കുന്നു. മാണിയുടെ ഏകാധിപത്യ പ്രവണതയും കർഷക വിരുദ്ധ നയങ്ങളും കസ്തൂരിരംഗ റിപ്പോർട്ടും അഴിമതിയും റബ്ബർ സമരവും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജിവെക്കണം. അതിന് പകരം അവരെ ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് അവിടെ സീറ്റുണ്ടോ ഇവിടെ സീറ്റുണ്ടോ എന്ന് ചോദിക്കാൻ പരിപാടി നടത്തണം. ഫ്രാൻസിസ് ജോർജ് ഉദാഹരണം. ഫ്രാൻസിസ് ജോർജ് PJ ജോസഫിന് വിട്ട് കച്ചവടം ഇല്ല. പിന്നെ ഇങ്ങനെ ഭർത്താവിന്റെ കാര്യം അവിടെ നോക്കുന്നത് എന്താ? പൂഞ്ഞാറ് സീറ്റ് കിട്ടുമെന്ന് വരാൻ പറ പൂഞ്ഞാറിലേക്ക് വരാൻ പറ. UDF സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുക. മനസ്സിലായില്ലേ? ഈ പണിയൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് രാഷ്ട്രീയം പറയട്ടെ. ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? ആ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ഈ മാന്യന്മാരൊക്കെ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്നല്ലോ. ഇവരാരും മിണ്ടാതിരുന്ന എന്താ? ഇവരാരും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്നാ ഉദ്ദേശം? അപ്പൊ മാണിക്ക് സിന്ദാബാദ് വിളിച്ചു കൊടുക്കുകയായിരുന്നു. മാണി കൈക്കൂലി മേടിച്ച സിന്ദാബാദ് വിളിച്ചു കൊടുക്കല്ലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. നമ്മുടെ ഈ 4 വർഷക്കാലത്ത് ഒരു മാന്യൻ അദ്ദേഹം വളരെ ശക്തമായി മാണിയെ സപ്പോർട്ട് ചെയ്യായിരുന്നല്ലോ. ഇപ്പം പണങ്ങിയോ? അപ്പൊ നിയമസഭാ സീറ്റിന്റെ അടിസ്ഥാനത്തിലാണോ ആശയം? അതാണ് ആമാശയ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എനിക്ക് തർക്കം അവിടെയാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരള സെക്യുലറെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങള് പൂഞ്ഞാർ സീറ്റ് എന്ന് പറഞ്ഞ് പൂഞ്ഞാർ സെക്യുലർ പാർട്ടിക്കുള്ള ഏക MLA ഉള്ള നിയോജകമണ്ഡലം പൂഞ്ഞാറാണ്. അവിടെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി PC ജോർജ് മത്സരിക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി അമിക്കബിളായ സെറ്റിൽമെന്റ് ഉണ്ടാവും. ഞങ്ങൾ അതിനകത്ത് തർക്കത്തിനും വഴക്കിനും വക്കാണത്തിനും ഒന്നുമില്ല. ഞങ്ങളുടെ ഏക സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട്
ഏകനായി എന്ന് കരുതേണ്ടതായിട്ടില്ല. കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നേതാക്കന്മാരുണ്ട്. CPM-നെ CPI ഉൾപ്പെടെ NCP ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരോട്ട് സംസാരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. ഞാൻ തിരിച്ചു വരാം. ശ്രീ MP ഗോവിന്ദൻ, PC ജോർജ് വളരെ ശുഭപ്രതീക്ഷയിലാണ്. പൂഞ്ഞാർ സീറ്റ് അദ്ദേഹത്തിന് തന്നെ മത്സരിക്കാൻ കഴിയും. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയെ മനസ്സിലാക്കി വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഇടതു മുന്നണിയിൽ നിന്ന് കിട്ടും എന്ന പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട്. ഇനി അദ്ദേഹം ഈ പറയുന്ന ജോസഫിനെ അനുകൂലിക്കുന്ന ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ വരുന്നതിനെക്കുറിച്ച് അതിൻ്റെ ആമാശയ രാഷ്ട്രീയം എന്നാണ് PC ജോർജ് പറയുന്നത്. ഇടതുപക്ഷത്തേക്ക് വരാൻ ജോസഫിനെ അനുകൂലിക്കുന്ന ജോസഫ് ഒഴിച്ചുള്ള ബാക്കിയുള്ള നേതാക്കൾ വരികയാണെങ്കിൽ ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കും? ഏത് തരത്തിലാണ് ഒരു ഭാഗത്ത് PC ജോർജ്, മറുഭാഗത്ത് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ, ഇവരെ ഏത് രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇടതുപക്ഷം ചിന്തിക്കുക? അല്ല, അക്കോമഡേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും UDF-ൻ്റെ ഭാഗമായിട്ട് അവർ നിൽക്കുകയാണ്. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന പോലെ ഇനി അവർ തിരിച്ച് വരും അല്ലെങ്കിൽ അവർ പടരും എന്നിപ്പോൾ ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കുന്നതല്ല. അവർ ഇന്നത്തെ UDF-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നിലപാട് മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഭാഗമായിട്ട് അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് തയ്യാറാവേണ്ടുന്ന സാഹചര്യങ്ങളാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതെന്നുള്ള സത്യമാണ്. കാരണം റബ്ബർ കൃഷിക്കാരൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള തകർച്ച. ഇവിടെ കേരളത്തിൽ റബ്ബർ കൃഷിക്കാരനാണെങ്കിൽ ഇന്ത്യയുടെ വിവിധ മേഖലകളിലുള്ള കാർഷിക മേഖലയാകെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ആത്മഹത്യ ചെയ്തു വന്നിട്ടുള്ള ഒരു പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ UDF-ൻ്റെ നിലപാടിനൊപ്പം നിൽക്കാൻ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിന് തന്നെ സാധിക്കുന്നതല്ല. കാരണം കേരള കോൺഗ്രസ് കൃഷിക്കാരെയാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ഈ ആസിയൻ കരാറോടുകൂടി യഥാർത്ഥത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഓരോ സന്ദർഭത്തിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറക്കുമതി നയം കോൺഗ്രസും BJP-യും കൈകാര്യം ചെയ്യുന്നത് കൃഷിക്കാർക്കെതിരായിട്ടാണ്, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടാണ്. ഇതിനൊന്നും എതിരായിട്ട് ഒരു അക്ഷരം പറയാൻ തയ്യാറില്ലാതെ 300 രൂപ കൊടുത്തു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ്. 10,000 കോടി ഉറുപ്പികയാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. 245 രൂപയിൽ നിന്ന് 90 രൂപയും 85 രൂപയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോ കൃഷിക്കാരൻ്റെയും പോക്കറ്റിലേക്ക് വരേണ്ടിയിരുന്ന ആയിരക്കണക്കിന് ഉറുപ്പിക യഥാർത്ഥത്തിൽ പിടിച്ചു പറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ പാവപ്പെട്ട ഇടത്തരക്കാരായ റബ്ബർ കൃഷിക്കാരുൾപ്പെടെയുള്ള, അതിൽ വൻകിടക്കാരുമുണ്ട്, കൃഷിക്കാരുൾപ്പെടെയുള്ളവരുടെ ഓരോ കുടുംബത്തിൽ നിന്നും അവിടെ കയ്യിൽ വരേണ്ടുന്ന പണം തട്ടിപ്പറിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിനെതിരായിട്ട് കർശനമായ ഒരു നിലപാടും കേരള കോൺഗ്രസ്സിന് സ്വീകരിക്കാനായിട്ടില്ല. ഏറ്റവും അവസാനം ഒരു നിരാഹാരം നടത്താൻ തീരുമാനിച്ചു. നിരാഹാരം നടത്തി. ആ നടത്തിയ നിരാഹാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കേരള കോൺഗ്രസിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടായി. മന്ത്രി ചർച്ച ചെയ്തു, അവിടത്തേക്ക് ഡൽഹിയിലേക്ക് വിളിച്ചു. ചർച്ചയുടെ ഭാഗമായിട്ട് നല്ല ഓഫർ തന്നു എന്ന് പറഞ്ഞു. ഇവിടെ എത്തുമ്പോഴേക്ക് ആ മന്ത്രി തന്നെ പറഞ്ഞു ഒരു ഓഫറും കൊടുത്തിട്ടില്ല എന്നും. പിന്നെ ഗത്യന്തരമില്ലാതെ അവിടെ ഡൽഹിയിലേക്ക് പോയി ഒരു സമരം കഴിഞ്ഞ് 24-ാം തീയതി നടത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഉറപ്പ് കിട്ടി എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഒക്കെ കൂടി ചേർന്ന് അപമാനകരമായ ഒരു പശ്ചാത്തലം കേരള കോൺഗ്രസ് കൃഷിക്കാരുടെ ഇടയിൽ സ്വയം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യം. ഞാൻ തിരിച്ചു വരാം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഈ ചർച്ചയിൽ തന്നെ ശ്രീ MP ഗോവിന്ദൻ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കർഷകരുടെ താല്പര്യം മുൻനിർത്തി അതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിച്ച് ജോസഫിനെ അനുകൂലിക്കുന്ന വിഭാഗം ഇറങ്ങി വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പരോക്ഷമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിന് പുറമെയാണ് റബ്ബർ കർഷകരുടെ വിഷയത്തിൽ പാർട്ടി ഇടപെടൽ ശക്തമായിരുന്നില്ല എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ജോസഫ് വിഭാഗം 6 സീറ്റുകൾ ചോദിച്ചു, 4 ഉറപ്പ് നൽകിയിട്ടുള്ളൂ എന്ന കാര്യം. റബ്ബർ സമരം ജോസ് കെ മാണിയിൽ കേന്ദ്രീകരിക്കുന്നു, പാർട്ടിയെ കുടുംബവാഴ്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ആക്ഷേപം. ഇതെല്ലാം ഈ പറയുന്ന താങ്കൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് താങ്കൾ പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന പാർട്ടിക്കകത്തുള്ള വികാരമാണ്. ഞാൻ പറയാം, ഇവിടെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യം UDF-ൽ നിൽക്കുന്ന കക്ഷികളെ ഇന്നല്ല സ്വാഗതം ചെയ്യാൻ തുടങ്ങിയത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 72 MLA-മാരും അധികാരത്തിൽ വന്ന് അന്ന് മുതൽ പറഞ്ഞു ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നവർ പറഞ്ഞവരാ. അതിനുശേഷം നമ്മൾ കണ്ടു
എത്രയോ പേരെ അവർ വിളിച്ചു, കൈ കാട്ടി മാടി വിളിക്കുക ഓരോ ദിവസം. നമുക്കറിയാം, നമ്മുടെ ജനതാദളിനെ വീരേന്ദ്രകുമാറിനെ ക്ഷണിച്ചില്ലേ? അതുപോലെ ഇപ്പോൾ കേരള കോൺഗ്രസിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസിനെ മാണി സാർ ഏറ്റവും വലിയ നേതാവാണ്. കേരളത്തിൻ്റെ കാരുണ്യ പദ്ധതി പോലുള്ള ജനക്ഷേമ പദ്ധതികൾ, കർഷക പെൻഷൻ കേരളത്തിലെ കൃഷിക്കാർക്ക് അനുവദിച്ച, അല്ലെങ്കിൽ കർഷക തൊഴിലാളി പെൻഷൻ കേരളത്തിലെ കൃഷിക്കാർക്ക് അനുവദിച്ച പ്രിയങ്കരനായ ജനകീയ നേതാവ് ശ്രീ KM മാണി സാർ ഉൾപ്പെടെ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് വരണമെന്ന് എത്രയോ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതാക്കന്മാർ ഇവിടെ സ്വാഗതം ചെയ്തു. നമുക്കറിയാം, UDF-ൽ നിന്ന് ഗൗരിയമ്മയെ പിടിച്ചുകൊണ്ട് പോയി, MP രാഘവൻ്റെ പാർട്ടിയെ പകുതി പിടിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, ഇവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് നല്ല രാഷ്ട്രീയ പാർട്ടികളെ, അല്ലെങ്കിൽ ജനസ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളെ അടർത്തിയെടുത്തുകൊണ്ട് ഭരണത്തിലേക്ക് വരുവാനുള്ള ഒരു നീക്കം ഇവർ എക്കാലത്ത് നടത്തുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് അവരുടെ രാഷ്ട്രീയ അടിത്തറ അവരുടെ കാര്യം നിൽക്കട്ടെ. ജോസഫ് വിഭാഗത്തിലെ പ്രമുഖരായ വ്യക്തികൾക്ക് അവരുടെ സിറ്റിംഗ് സീറ്റ് നൽകില്ല എന്ന സൂചന അവർക്ക് ലഭിച്ചതിന് ശേഷം PC ജോസഫും, മോൻസ് ജോസഫും, ഫ്രാൻസിസ് ജോർജും, KC ജോസഫും ഉൾപ്പെടെ PJ ജോസഫിനെ അനുകൂലിച്ചിരുന്ന പ്രമുഖരായ ആളുകൾക്ക് അവരുടെ പഴയ പാർട്ടി പുനരുജ്ജീവിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായി അവർ കൂട്ടായി നിന്നുകൊണ്ട് പുതിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയെന്നോണം ഇടത് നേതാക്കളുമായി ചില ചർച്ചകൾ നടത്തിയെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഈ ഘട്ടത്തിലും താങ്കൾ പാർട്ടിക്കകത്ത്, താങ്കളുടെ നേതാവിന് KM മാണിയെ സംബന്ധിച്ചു പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്, ഭിന്നതയില്ല എന്ന് അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞെങ്കിലും പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്, അത് ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് തുറന്നു സമ്മതിക്കാനുള്ള ഒരു സത്യസന്ധത താങ്കൾ കാണിക്കണം സജി. തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടെന്ന് പാർട്ടി ചെയർമാൻ പറഞ്ഞത് എന്താ? സീറ്റ് വിഭജന ചർച്ച വരുമ്പോൾ ചില ആളുകൾക്ക് ചില സീറ്റുകൾ വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും സീറ്റ് ആഗ്രഹിക്കും. ആ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഏത് പാർട്ടിയിലാണ് പ്രശ്നമില്ലാത്തത്? നമുക്കറിയാം, CPM-ന്റെ പാർട്ടിക്കകത്ത് പ്രശ്നമില്ല. അച്യുതാനന്ദനും പിണറായി വിജയനും കണ്ടാൽ മിണ്ടില്ലാത്ത അവസ്ഥ CPM-നുണ്ട്. എന്തുകൊണ്ട് പാർട്ടി വളർന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് മോൻസ് ജോസഫിന് സീറ്റ് കൊടുക്കില്ലെന്ന് മോൻസ് ജോസഫിനോട് മാണി സാർ പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? അല്ലെ മോൻസ് ജോസഫ് പറഞ്ഞോ എനിക്ക് കടുത്തുരുത്തി സീറ്റ് നിഷേധിച്ചിരിക്കുന്നു പറഞ്ഞു? ഇല്ല. ഇവിടെ ആരാണ് ഈ പ്രചരണത്തിന് പിന്നിൽ? ഞാൻ പറഞ്ഞല്ലോ, PC ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ഇതിനകത്ത് ചില ആളുകളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ഈ പാർട്ടി വളർത്തണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമാണ്. കർഷക പ്രേമം നടിച്ചുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യമുള്ള സീറ്റ് വാങ്ങിച്ച് ജയിക്കാൻ MLA ആവാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രചരണങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസിസ് ജോർജ് ഇദ്ദേഹത്തിനോടൊപ്പം പോകുമെന്ന് അദ്ദേഹം പറഞ്ഞോ? അല്ലെങ്കിൽ ആന്റണി രാജു പറഞ്ഞോ? PC ജോസഫ് അല്ലാതെ ആരാണെന്ന് പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ ഇന്ന് മുമ്പേ പറഞ്ഞ PC ജോർജ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് പാർട്ടിയുണ്ടോ? ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ പാർട്ടി പിരിച്ചുവിടപ്പെട്ടു, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി TS ജോൺ. അദ്ദേഹം പറയാം, സംസ്ഥാന കമ്മിറ്റി കൂടി എന്നെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചു, അങ്ങോട്ട് പൂഞ്ഞാറിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യുക UDF നേതാക്കളെ. ഞാനത് ചോദിക്കട്ടെ, PC ജോർജ് സ്വാഗതം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. UDF-ന്റെ നേതാക്കന്മാരോട് മത്സരിക്കും, അത് വിജയിക്കുകയും ചെയ്യും. PC ജോർജ് ഒരാഴ്ചയായിട്ട് PC ജോർജും PC ജോർജിന്റെ മകനും UDF-ന്റെ സ്ഥാനാർത്ഥികളെ പൂഞ്ഞാറിലേക്ക് സ്വാഗതം ചെയ്യും. എന്താ പൂഞ്ഞാറിലേക്ക് UDF-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിന് PC ജോർജിന്റെ ചീട്ടും വേണ്ട, അത് സ്വാഗതവും ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത്, PC ജോർജിനെ പോലുള്ള ചില ആളുകൾ ഈ കേരള കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി കൂടെ നീക്കുന്നിരുന്നു. അദ്ദേഹം UDF-ൽ നിന്നപ്പോൾ, കേരള കോൺഗ്രസ് നിന്നപ്പോൾ ഫ്രാൻസിസ് ജോർജെ പറഞ്ഞ് തെറിക്ക് കിടക്കുന്നുണ്ടോ? ഫ്രാൻസിസ് ജോർജിന്റെ പിതാവ് KM ജോർജ് സാറിനെ പോലും തെറി വിളിച്ച PC ജോർജ് ഇന്നിപ്പോൾ ഇതാ വിളിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് വരാൻ ഇവരെ സ്വാഗതം ചെയ്യുക. ജയശങ്കർ, ഇവിടെ ജോസഫിനെ അനുകൂലിക്കുന്ന ആളുകൾ, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ, അവർക്ക് ഇടത് മുന്നണിയിൽ ഒരു സ്വീകാര്യത കിട്ടണമെങ്കിൽ, അവർക്ക് ഇടത് മുന്നണിയിൽ ഒരു ബർത്ത് കിട്ടണമെങ്കിൽ സ്വാഭാവികമായും അവരുടെ അണികൾക്കിടയിലുള്ള അവരുടെ ശക്തി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിന് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പദവിയോ സീറ്റുകളോ ആണ് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും പുറത്തവർ പറയാൻ പോകുന്ന കാരണം ഈ കാർഷിക പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. റബ്ബറിന്റെ വിലയിടിവ്, അതിനുവേണ്ടി ഈ പാർട്ടി കാര്യമായി ഇടപെടൽ നടത്തിയില്ല എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി തന്നെയായിരിക്കും അവർ അത്തരമൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നീങ്ങുക. ഇവിടെ ഇടതു മുന്നണിയിലേക്ക് വരാൻ അവർ തയ്യാറെടുക്കുകയും അവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വരികയും ചെയ്താൽ ഇവിടെ PC ജോർജും അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇടതുപക്ഷം ഈ രണ്ട് വിഭാഗത്തെയും ടാക്കിൾ ചെയ്യാൻ കഴിയുക? PC ജോർജിൻ്റെ പാർട്ടി മാത്രമല്ല, ശ്രീ R ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസും LDF-ന്റെ പടിവാതിലിൽ ഉണ്ട്. പടിവാതിലിൽ നിന്നല്ല, വേണമെങ്കിൽ കോലായിൽ ഉണ്ട് എന്ന് പറയാം. PC ജോർജും ബാലകൃഷ്ണപിള്ളയും ഏതാണ്ട് അകത്ത് എത്തിയ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അവർ നിൽക്കുമ്പോൾ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്തനാപുരവും കൊട്ടാരക്കരയും ഒക്കെയാണ്, ആ പ്രദേശമാണ്. PC ജോർജിൻ്റേത് പൂഞ്ഞാറാണ്. ഇനി ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജുവൊക്കെ വന്നാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചോളം പറഞ്ഞ ഇപ്പോൾ ഒരു സൗകര്യമുള്ളതെന്ന് വെച്ചാൽ പാർട്ടികൾ കുറവും സീറ്റുകൾ കൂടുതലുമാണ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു ഘടനാപരമായ വ്യത്യാസം. LDF-ൽ നിന്ന് ഒരുപാട് പാർട്ടികൾ കൊഴിഞ്ഞുപോയി, നേരെ UDF-ലാണ് ഈ പാർട്ടികളുടെ ബാഹുല്യമാണ്. മാത്രമല്ല, ഈ തിരുവിതാംകൂർ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ട്, സീറ്റുകൾ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചുള്ള ആ പ്രയാസമുണ്ട്.
LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്ത്യൻ മേഖലയിൽ പ്രസൻറ്റബിളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കിട്ടാൻ തന്നെ പ്രയാസമാണ്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, മലബാറിലെ പോലെയല്ല. അപ്പോൾ പാർട്ടിക്കാരുണ്ട്, പാർട്ടിയുടെ സംവിധാനമുണ്ട്, മെഷീനറി ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും അവതരിപ്പിക്കാവുന്ന സ്ഥാനാർത്ഥികൾ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രാൻസിസ് ജോർജോ ആന്റണി രാജുവോ ഡോക്ടർ KC ജോസഫോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും. നമ്പാടൻ മാഷിനെ സ്വീകരിച്ചത് ഓർമ്മയില്ലേ? നമ്പാടൻ മാഷിന് എന്ത് ജനപിന്തുണ ഉണ്ടായിരുന്നു? നമ്പാടൻ മാഷിന് അദ്ദേഹത്തിനെ പറ്റി പൊതുവെ ആളുകളുടെ ഇടയിൽ ഒരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഒരു നല്ല മനുഷ്യൻ, ഒരു LP സ്കൂൾ അധ്യാപകൻ. അതിൽ കവിഞ്ഞ മേന്മയൊന്നും നമ്പാടൻ മാഷ് ഉണ്ടായിരുന്നില്ല. ഒരു ചരിത്ര സന്ധിയിൽ അദ്ദേഹം മന്ത്രിസഭ തകർക്കാൻ തയ്യാറായി വന്നു. KM കരുണാകരൻ്റെ കാശ്മീർ മന്ത്രിസഭ പൊളിച്ചു. അതിനൊരു പ്രത്യേകപരമായിട്ട് എത്രയോ കൊല്ലം, എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ നമ്പാടൻ മാഷിനെ ഇരിങ്ങാലക്കുടയിൽ മത്സരിപ്പിച്ചു. മാഷ് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചു. പിന്നെ അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചു, അവിടെയും മാഷ് ജയിച്ചു. അങ്ങനെ മാഷ് ഒരു വിന്നിങ് കാൻഡിഡേറ്റായിട്ട് മാറി. അങ്ങനെ മാഷിനെ എത്രയോ കൊല്ലം ഇടത് മുന്നണിക്കാർ താഴ്ത്തു വെക്കാതെ കൊണ്ടുനടന്നു. മാഷുമായിട്ടും പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, പാർട്ടിയെ കൊണ്ട് മാഷിനും പ്രയാസം ഉണ്ടായില്ല. അങ്ങനെ കാര്യങ്ങൾ നടന്നു. അതുപോലെ ഇവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം LDF-നുണ്ട്. മാത്രമല്ല ശ്രീ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം യശശരീരനായ KM ജോർജ് സാറിൻ്റെ മകനാണ് എന്ന ഒരു മേന്മ കൂടിയുണ്ട്. മറ്റ് നേതാക്കളൊന്നും അങ്ങനെ വലിയ ചീത്തപ്പേരുണ്ടാക്കിയവരായിട്ട് അറിയപ്പെടുന്നവരല്ല. KM മാണിയേക്കാളും ഒരുപക്ഷെ PJ ജോസഫിനേക്കാളും ഒക്കെ പ്രതിച്ഛായുള്ള ആളുകളാണ് ഇവരൊക്കെ രണ്ടാം നിരക്കാരായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാം ഒരു അടുത്ത കാലം വരെ ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നു. ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകങ്ങളായി പ്രവർത്തിച്ചവരാണ്. ആന്റണി രാജു ആദ്യമായിട്ടും അവസാനമായിട്ടും നിയമസഭയിലേക്ക് ജയിച്ച ഇടതുമുന്നണിയുടെ ആളായിട്ടാണ്. പിന്നെ ഒരു കാര്യം PC ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ KM മാണിയുടെ ശക്തനായ വക്താവായിരുന്നു ഈ ചാനലുകളിലൊക്കെ ആന്റണി രാജു. പ്രത്യേകിച്ചും ആന്റണി രാജുവും നമ്മുടെ പുതുശ്ശേരിയുമാണ് വളരെ ശക്തമായിട്ട് KM മാണിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ വാദം ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു ആന്റണി രാജു ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പറയുന്നത് വളരെ ബുദ്ധിപരമായിട്ടും തന്ത്രപരമായിട്ടുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങളുടെ ചാനലിലുള്ള കാര്യങ്ങൾ ഒന്ന് അടുത്ത ദിവസം ഒന്ന് വെച്ച് കേട്ടോളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമുക്കറിയാം അദ്ദേഹം KM മാണിയോടുള്ള അന്ധമായ സ്നേഹം കൊണ്ടോ കൂറുകൊണ്ടോ ഒന്നുമല്ല പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എനിക്കപ്പം തന്നെ അറിയാം. ഞാൻ ആന്റണി രാജുവിനെ അപ്പം തന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, ആന്റണി രാജു നിങ്ങൾ ആളൊരു സമർത്ഥനാണ്. കാരണം നിങ്ങൾ പറയുന്നത് സത്യത്തിൽ KM മാണി അനുകൂലിക്കുന്നു എന്ന വ്യാജേന KM മാണി അത്ര വലിയ പരിശുദ്ധനൊന്നും അല്ല എന്ന അർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ്. PC ജോർജും അത് തന്നെയാണ് ചെയ്യുന്നത്. PC ജോർജ് കുറച്ചുകൂടി ബ്ലണ്ടായിട്ട് പറഞ്ഞിരുന്നത് കൊണ്ട് KM മാണിക്ക് അതിൻ്റെ ട്രിക്ക് മനസ്സിലാവുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. PC ജോർജ് KM മാണി അനുകൂലിച്ച് പറയുമ്പോഴും KM മാണി ഒരു തട്ടിപ്പുകാരനാണ് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്ത്രപരമായിട്ടാണ് പറഞ്ഞിരുന്നത്. ആന്റണി രാജു കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഒന്ന് വച്ചു നോക്കൂ. ആന്റണി രാജു കഴിഞ്ഞ ഈ സോളാർ വിഷയം അല്ല നമ്മുടെ ബാർക്കോഴ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ. അദ്ദേഹം വളരെ ശക്തമായിട്ട് KM മാണിക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് തോന്നിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതിൽ കൃത്യമായിട്ട് കുത്തും കുളത്തും വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനൊപ്പം ശ്രീ MP ഗോവിന്ദൻ, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഒപ്പം തന്നെ PC ജോർജ് എന്നിവർ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. കേരള കോൺഗ്രസ് എം ഇടത്തോട്ട് പിളരുമോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശ്രീ സജി മഞ്ഞക്കടമ്പൻ, CPM-ന്റെ ശ്രീ MP ഗോവിന്ദൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ, ശ്രീ PC ജോർജ് ടെലിഫോൺ ലൈനിൽ. ശ്രീ PC ജോർജ്, ഇവിടെ താങ്കൾക്ക് KM മാണി എന്ന നേതാവിനെ വളരെ നന്നായി അടുത്തറിയാമല്ലോ. ഇപ്പോൾ ആത്യന്തികമായി ഈ പറയുന്ന ജോസഫ് വിഭാഗത്തെ അനുകൂലിച്ച് നിൽക്കുന്നവരുടെ പ്രശ്നം സീറ്റാണ്, പദവിയാണ്. 6 സീറ്റ് ഇത്തവണ ചോദിച്ചു. അതിൽ ആ സീറ്റ് അനുവദിക്കപ്പെട്ടാൽ ഒരു പക്ഷേ ഈ പിളർപ്പ് ഒഴിവാക്കാൻ സാധിച്ചേക്കും. ഇങ്ങനെ പിളർന്ന് ഒരു വിഭാഗം പൊയ്ക്കോട്ടെ എന്ന ഒരു നിലപാട് KM മാണി സ്വീകരിക്കുമോ? അദ്ദേഹം ഈ പ്രശ്നത്തിന് ആ തരത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? ശ്രീ PC ജോർജ്. ശ്രീ PC ജോർജ്, താങ്കൾ ടെലിഫോണിലുണ്ടോ? ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുന്നു. ശ്രീ MP ഗോവിന്ദൻ, ഇവിടെ ഇപ്പോൾ ഈ തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു വരികയാണെങ്കിൽ അവരെ സ്വാഗതം ചെയ്യാം എന്ന ഒരു മാനസികാവസ്ഥയിലാണല്ലോ ഇടതുമുന്നണി ഉള്ളത്. ഇപ്പോൾ ഒരു വെയിറ്റ് ആൻഡ് സീ പോളിസി സ്വീകരിച്ച് നിൽക്കാം എന്നതാണോ നിങ്ങളുടെ സമീപനം? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്നതിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാർഷിക മേഖലയിലുള്ള ഒരു ഇടതുപക്ഷ നയം എന്താണെന്നാണ് പറഞ്ഞത്. മാണി കേരള കോൺഗ്രസിനെ പറ്റിയും പ്രത്യേകിച്ച് KM മാണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അഴിമതിയുടെ പ്രശ്നത്തിൻ്റെ അകത്ത് രാജിവെച്ച് പുറത്തിരിക്കുന്ന ചെയർമാനുള്ള പാർട്ടിയാണ് ആ പാർട്ടി. ആ പാർട്ടിയുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരത്തിലുള്ള ഐക്യം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ആർക്കറിയാത്തത്?
എന്നാൽ ആ പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം ശക്തമത്തായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നാലല്ലേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. പുറത്തേക്ക് വരുന്നു എങ്കിൽ ആ വരുന്നവരെ അവരെടുക്കുന്ന നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യും എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ലാണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് അവരെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടതിൽ അതാണ് ഇന്ന് കോടിയേരി പറഞ്ഞത്. ഞങ്ങളുമായിട്ട് ആ രീതിയിലൊരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ രാഷ്ട്രീയമായ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ശക്തമത്തായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനോടൊപ്പം കേരള കോൺഗ്രസിൽ നിന്ന് കാർഷിക മേഖലയിലെ പ്രശ്നം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിഭാഗം മുന്നോട്ടേക്ക് വരുന്നുവെങ്കിൽ രാഷ്ട്രീയമായി അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് സീറ്റ് ചർച്ച ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ശരിയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി പറഞ്ഞത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നയപരമായ പ്രശ്നങ്ങളുണ്ട്, സീറ്റ് തർക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. UDFൻ്റെ അകത്ത് പഠനപ്പണക്കങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന അവസ്ഥ വരാൻ പോവുകയാണ്. അതിനെ ആരാണ് നയിക്കുക എന്നുള്ളത് സാധാരണ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ മികച്ച ഒരു ഗവൺമെൻറ്റാണുള്ളത് എന്നാണല്ലോ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കണ്ട പരസ്യം അങ്ങനെയാണല്ലോ, കോടിക്കണക്കിന് ഉറുപ്പിക പരസ്യത്തിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ UDF ഗവൺമെൻറ്റിനെ പറ്റിയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉമ്മൻചാണ്ടി സർക്കാരിനെ പറ്റിയാണ്. ആ ഉമ്മൻചാണ്ടി ആണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല അല്ല എന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് വരികൾക്കിടയിൽ വായിക്കാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉമ്മൻചാണ്ടി ആയാലും VM സുധീരനായാലും അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ ചെന്നിത്തലയായാലും ഇവരെല്ലാം തന്നെ പരസ്പരം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാറി വരികയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങളില്ല എന്ന പരസ്യമായ പ്രഖ്യാപനം ശ്രീ ചെന്നിത്തല നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള യോജിപ്പാണ് UDFൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് അന്തഛിദ്രം കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി തന്നെയാണ് കേരളത്തിൽ UDFൻ്റെ സംവിധാനം. അതിൽ നിന്ന് ഓരോരോ വിഭാഗങ്ങൾ കച്ചിത്തുമ്പ് കിട്ടുമെങ്കിൽ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മോചനം നേടാനുള്ള ബോധപൂർവമായ ശ്രമത്തിലാണുള്ളത് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഘട്ടം വരുമ്പോഴേക്ക് ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും രൂപപ്പെട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ശ്രീ എം പി ഗോവിന്ദൻ, ഞാൻ താങ്കളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് കേരള കോൺഗ്രസ് എമ്മിനകത്ത് ജോസഫിനോട് ഒപ്പം നിന്നിരുന്ന ഒരു പറ്റം നേതാക്കൾ, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ, അവർ പഴയ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന നിലപാടിലാണ്. അവർക്ക് ഇടതുപക്ഷത്തോടൊപ്പം LDFന്റെ ഭാഗമായി നിന്നാൽ കൊള്ളാം എന്നുള്ളതായി സൂചനകൾ പുറത്തു വരുന്നു. അതിന് അനുകൂലമായ ഒരു സാഹചര്യം താങ്കൾ പറഞ്ഞതുപോലെ റബ്ബർ വിലയിടിവ്, അതുപോലെ തന്നെ അത്തരത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെ ഉയർത്തിക്കാട്ടി അവർക്ക് ആ പാർട്ടി വിട്ട് പുറത്തേക്ക് വരാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം ഇതൊരു അനുകൂല സൂചനയായി ഇടതുമുന്നണി കാണുന്നില്ലേ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, അത് വളരെ ലളിതല്ലേ. UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷി, ആ കക്ഷിക്കകത്ത് വലിയ രീതിയിലുള്ള ആശയപരവും ഇനിയിപ്പോൾ അവരുടെ മത്സരിക്കുന്ന സീറ്റുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ ഉയർന്നു വരുന്നത് UDFനെ ദുർബലമാക്കുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? അത് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ശ്രദ്ധിക്കുന്നത് അതിൽ ഉയർത്തുന്ന നിലപാടുകളാണ്. ആ നിലപാട് UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുക, എന്നിട്ട് ഈ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അതിൻ്റെ അകത്ത് എന്ത് കാര്യങ്ങളാണ് നേടാൻ സാധിക്കുക? അപ്പോൾ സ്വാഭാവികമായിട്ടും നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം. UDFനോടുള്ള നിലപാടെന്താണ്, മാണി കേരള കോൺഗ്രസിനോടുള്ള നിലപാടെന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലാതെ പരസ്യമായിട്ടല്ലാതെ രഹസ്യമായിട്ട് കോടിയേരി പറഞ്ഞ പോലെ ഒരു ചർച്ച ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടില്ല. രഹസ്യമായിട്ടുള്ളൊരു ഇടപാട് ഇതിൻ്റെ ഭാഗം നടക്കുകയും ചെയ്യില്ല. CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമീപനമായിരിക്കും. ഏതായാലും അതിൻ്റെ അകത്തുണ്ടാകുന്ന അന്തഛിദ്രം UDFനെ ദുർബലമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ, ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹം വ്യക്തമാക്കിയത് UDFനെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കം അത് സ്വാഭാവികമായി രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമെങ്കിൽ അപ്പോൾ അവർ പരസ്യമായ നിലപാട് വ്യക്തമാക്കി പുറത്തു വരാൻ തയ്യാറാകുമ്പോൾ അപ്പോൾ തീരുമാനിക്കുമെന്നാണ്. ഏതായാലും ഒരു പ്രശ്നം നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാകുന്നു, ആ പ്രശ്നം പിളർപ്പിൻ്റെ വക്കിലേക്ക്
വളർന്നിരിക്കുന്നു. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. ഇനി സീറ്റിലൊരു അറേഞ്ച്മെൻറ്റ് നടത്തി ഇവരെ എല്ലാം തൃപ്തിപ്പെടുത്തി ഒപ്പം നിർത്തുകയല്ലാതെ ഈ പഴയ പാർട്ടി അതേപോലെ നിൽക്കണമെങ്കിൽ, ഐക്യത്തോടെ നിൽക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാരം നിങ്ങൾക്കുണ്ടോ? പരിഹാരത്തെക്കുറിച്ച് അതിന് മുമ്പ് സൂചിപ്പിക്കണം. എനിക്ക് ബഹുമാനപ്പെട്ട ജയശങ്കറിനോട് വളരെ ബഹുമാനം തോന്നുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഗോവിന്ദ മാസ്റ്ററോട് ബഹുമാനം തോന്നുന്നു. ജയശങ്കർ ഒരു വളരെ കാലമായി നല്ല വലിയൊരു സത്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മത്സരിപ്പിക്കാൻ നല്ല പ്രതിച്ഛായമുള്ള അല്ലെങ്കിൽ ജനസമ്മതിയുള്ള നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF-ന്റെ ആളുകളെ കൊള്ളാവുന്ന ആളുകളെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ബഹുമാനം തോന്നി സത്യം പറഞ്ഞതിൽ. അതുപോലെ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇടതുപക്ഷ മുന്നണിക്ക് ഇവരെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ വിട്ടുവരികയാണെങ്കിൽ, പ്രതിച്ഛായുള്ള നേതാക്കന്മാർ വിട്ടുവരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്ററോട് സൂചിപ്പിക്കുവാനുണ്ട്. സഖാവെ, അങ്ങ് പറയണം, ഇത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി കേരളത്തിലെ കൃഷിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ PC ജോസഫിന്റെ നേതൃത്വത്തിൽ ഈ നീക്കം നടത്തുന്നതെന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം. ഇത് കേരളത്തിലെ കൃഷിക്കാരന് വേണ്ടിയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 4.5 വർഷക്കാലം അല്ല 5 വർഷക്കാലം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിച്ചപ്പോൾ ഈ ഗവൺമെന്റ് ഭാഗമായിട്ടിരുന്ന ആളുകളാ. ഇവിടെ PC ജോസഫിനെ പോലെ ആളുകൾ ഇവിടെ ഒരു കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊന്നും ഇവിടെ കൃഷിക്കാരെ കുറിച്ച് ഒന്നും പറയാത്തവർ, അല്ലെങ്കിൽ ശ്രീ KM മാണി സാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒരു നിർദ്ദേശവും വെക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയാത്ത ആളുകൾ, അവരിപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടുവരുന്നത് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അവർക്ക് സീറ്റിന് വേണ്ടി വരുന്നതാണ്. ഒരു കാര്യം പറയാം, കേരള കോൺഗ്രസ് പാർട്ടിക്ക് 15 സീറ്റുണ്ട്. ആ സീറ്റിൽ പരമാവധി എല്ലാവരെയും അക്കോർഡ് ചെയ്യാൻ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് പാർട്ടി ചെയർമാനും മാണി സാർ ബഹുമാനപ്പെട്ട PG ജോസഫ് സാറും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് പാർട്ടി UDF-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി UDF-ന്റെ അവിഭാജ്യ ഘടകമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, കേരള കോൺഗ്രസിന് മേധാവിത്വമുള്ള പ്രദേശങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരിക്കലും അല്ലെങ്കിൽ ഈ മുന്നണിയിൽ നിന്ന് പുറത്തു കളയുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നില്ല. ഒരു കാര്യം കൂടി സന്തോഷത്തോടെ പറയട്ടെ, കേരള കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പ്രതിച്ഛായുള്ളവരാണെന്നും അന്തസ്സുള്ളവരാണെന്നും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷകരമാണ്. ബഹുമാനപ്പെട്ട KM മാണി സാർ, അദ്ദേഹം കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എക്കാലം നിന്നിട്ടാണ്. ബഹുമാനപ്പെട്ട PG ജോസഫ് സാർ, അദ്ദേഹം കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയും വികസന രംഗത്തുമൊക്കെ വേണ്ടി ഒട്ടേറെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ഇവരൊക്കെ കണ്ണീരൊഴുക്കുന്നു. ഇവിടെ റബ്ബർ കൃഷിക്ക് 96 രൂപ വില, റബ്ബറിന് 96 രൂപ വില വന്നപ്പോൾ 300 കോടി രൂപ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രിയപ്പെട്ട ശ്രീ KM മാണി സാർ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമാണ് ഇത്തരത്തിലൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, കൃഷിക്കാർക്ക് നേരിട്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് പണം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. വന്നപ്പോൾ ഇവിടെ എന്ത് പ്രചരണമായിരുന്നു? PC ജോർജിനെ പോലെ ആളുകൾ, ഇടതുപക്ഷ മുന്നണിക്കാരൊക്കെ പറഞ്ഞു ഇത് നടപ്പാവില്ല, ഇത് KM മാണി പറയുന്നത് തട്ടിപ്പാണെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അതിൻ്റെ പണം വാങ്ങിക്കാനായി അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് സെക്യുലർ പാർട്ടിക്കാരാണ് ഏറ്റവും കൂടുതൽ. സെക്യുലർ പാർട്ടിയിലോട്ട് സെക്യുലർ പാർട്ടി TS ആണ്. അദ്ദേഹം ഇപ്പോൾ UDF-നോട് വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞത് PC ജോർജിൻ്റെ കൂട്ടർ അദ്ദേഹമാണ് ഇത് പ്രചരിപ്പിച്ചത്. ഇത് നടക്കില്ല, ഇത് തട്ടിപ്പാടെന്ന് പറഞ്ഞവർ ഇന്ന് ഏറ്റവും കൂടുതൽ അതിൻ്റെ പണം കൈപ്പറ്റിയിരിക്കുന്നത് PC ജോർജിൻ്റെ ആളുകളൊക്കെ തന്നെയാണ്. ഇത് കോട്ടയം ജില്ലയിലടക്കമുള്ള മുഴുവൻ ജില്ലകളിലും RPF പ്രസിഡന്റുമാർ കൃത്യമായി കണക്ക് കൊടുത്തവർക്ക് ഇത് ലഭിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എക്കാലവും നിന്നിട്ടുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് പോകാൻ ശ്രമിക്കുന്നവർ അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാനാകുമോ? കർഷക ജയശങ്കർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അത് കർഷക വിരുദ്ധരാണെന്ന് പറഞ്ഞ് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർ അവർ സീറ്റിന് വേണ്ടി പോകുന്നതാണ് എന്ന കാര്യം യാതൊരു. ഇവിടെ കർഷകരോട് വലിയ സ്നേഹമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നുള്ള ആർക്കും അറിയാൻ പാടുള്ളത്. പക്ഷേ കർഷകരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. ഈ കഴിഞ്ഞ ക്രിസ്മസ് പോലൊരു ക്രിസ്മസ് കോട്ടയം പട്ടണത്തിലുണ്ടായിരുന്നു. കോട്ടയത്ത് നക്ഷത്ര വിളക്കുകൾ വളരെ കുറവായിരുന്നു. പൂത്തിരി കത്തിച്ചില്ല ആളുകൾ പൂത്തിരി കത്തിച്ചില്ല, പടക്കം പൊട്ടിച്ചില്ല. കാരണം പടക്കം പൊട്ടിക്കാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല കർഷക സംസ്കൃതിയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യാപാരി സമൂഹമാണ് അവിടെ ഉള്ളത്. ബസ്സിൽ കയറാൻ ആളില്ല, കണ്ടക്ടർമാർക്ക് ടിക്കറ്റ് കൊടുക്കാനായിട്ട് യാത്രക്കാർ കയറണ്ടേ, അതുകൊണ്ട് ബസ് സർവീസ് നഷ്ടമായി. കച്ചവട സ്ഥാപനങ്ങളിൽ ആരും കയറുന്നില്ല, കാരണം ആളുകളുടെ കയ്യിൽ പണമില്ല. അതാണ് അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ജനങ്ങൾ ആരെയാണ് കുറ്റം പറയുന്നത്? രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലോ കുറ്റം പറയുക. അപ്പോൾ UPA സർക്കാരിന്റെ ഭാഗമായിരുന്നു കേരള കോൺഗ്രസ്. മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരതിനെ അകത്ത് നിന്ന് പിന്താക്കുന്ന പാർട്ടിയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ പാർട്ടിക്കുണ്ട്. കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ജനങ്ങളെപ്പോഴും പ്രതിപക്ഷത്തല്ലല്ലോ, ഭരിക്കുന്ന പാർട്ടിയാണ് കുറ്റം പറയുക. അല്ലെങ്കിൽ പിന്നെ കേരള കോൺഗ്രസ് മാണി സാറിന് പറയാം, ആളുകളുടെ കഷ്ടകാലം മുൻജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ റബ്ബറിന്റെ വില ഇടിഞ്ഞത്. അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിലെ നേതാക്കൾക്കൊക്കെ പൊതുവെ ഒരു വിപ്രതിപത്തിയുണ്ട്. KM മാണി സാറിനെ അംഗീകരിക്കാം, പക്ഷേ ജോസ് കെ മാണിയെ അംഗീകരിക്കാൻ പറ്റുകയില്ല. കേരള കോൺഗ്രസിലൂടെ നേതാവ് പറഞ്ഞ ആനപ്പിണ്ടത്തെ അംഗീകരിക്കാൻ പറ്റുകയില്ലെന്നാണ്. എനിക്കറിയില്ല, ഞാൻ അതിൻ്റെ ഒരു ഭാഗമല്ലാത്തതുകൊണ്ട്. ആ രീതിയിലുള്ള കമൻസൊക്കെ ആളുകൾ ധാരാളമായിട്ട് പറയുന്നുണ്ട്.
കേരള കോൺഗ്രസിലെ ഒരു രാഹുൽ ഗാന്ധിയാണ് ഇദ്ദേഹം എന്നൊരു അഭിപ്രായം വളരെ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ആശയപരവും ആമാശയപരവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കേരള കോൺഗ്രസിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു എളിയ വിലയിരുത്തൽ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ എം വി ഗോവിന്ദൻ, ശ്രീ സജി മഞ്ഞക്കടവൻ, ശ്രീ പി സി ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇനി റിപ്പോർട്ടേഴ്സ് ഡയറി കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.